Hello friends, welcome to the channel. അപ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ആമസോൺ പ്രൈം ഡേ സെയിൽസ് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൽ ഗോഡ് സെയിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് മെയിനായിട്ട് നമുക്ക് ഈ സെയിൽസിൽ വാങ്ങിക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഫോണുകളുടെ കാര്യമാണ്, സ്മാർട്ട് ഫോണുകളുടെ കാര്യമാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. വെച്ചാൽ കുറേ പേര് ഇപ്പോൾ നമുക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട് 30,000 താഴെ നല്ല ഫോൺ ഏതാ ഈ സെയിൽസിൽ വാങ്ങിക്കാൻ പറ്റുന്നത് കുറേ പേര് കമൻറ്റ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആക്ച്വലി ഞാൻ നോർമലി ഇതുപോലത്തെ സെയിൽസിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാറില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഡീറ്റെയിൽസിലേക്ക് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് നമ്മുടെ 2 മെയിൻ ചാനൽസ് മാത്രം പോയി കണ്ടു സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റും പോകുന്നുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. അപ്പോൾ മറക്കണ്ട, ഡിസ്ക്രിപ്ഷനിൽ ചെക്കൗട്ട് ചെയ്താൽ മറക്കണ്ട, കമൻറ്റ് ചെയ്യാനും മറക്കണ്ട, ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട, പേജ് ഫോളോ അടിച്ചിട്ട് മെസ്സേജ് ചെയ്താൽ മതി. ലിങ്ക് അതൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ഫോണുകളുടെയൊക്കെ ഡീറ്റെയിൽസ് ഫ്ലിപ്കാർട്ടിൻ്റെ ആണെങ്കിൽ ഞാൻ ടാഗ് ചെയ്യാം, ലിങ്ക് കൊടുക്കുന്നില്ല. ആമസോണിൻ്റെ ഞാൻ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ആമസോണിൻ്റെ കാര്യം പറയാം. ആമസോണിൻ്റെ പ്രൈം സെയിൽസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈം മെമ്പേഴ്സിനാണ് ആക്ച്വലി സെയിൽസ് കിട്ടുക. അപ്പോൾ അതിൽ ഓൾറെഡി പ്രൈമിൻ്റെ സമയത്ത് തന്നെ കുറച്ച് ഫോണുകളൊക്കെ ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നു. അതിൽ വൺ ഓഫ് ദ ഹൈലി റെക്കമെൻഡഡ് ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ OnePlusൻ്റെ Nord 5 ആണ്. നമ്മളതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ എടുക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഇത് ഓർഡർ ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ്. മിക്കതും ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഞാൻ ഓർഡർ ചെയ്യുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അതിന് മുമ്പ് നമ്മളൊരു ഷോർട്ട് വീഡിയോ വേറെ ഇടുന്നുണ്ട് അതിനെക്കുറിച്ച്. ഒരു 30,000 താഴെയാണെങ്കിൽ 32 അതിൽ സ്റ്റാർട്ടിംഗ് റേറ്റൊക്കെ വരുന്നത്. പക്ഷേ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഓഫറൊക്കെ ആണെങ്കിൽ 2,000 രൂപ ഡിസ്കൗണ്ടുകളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു 30,000 രൂപ റേഞ്ചിൽ നിങ്ങളൊരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ OnePlus Nord 5 നോക്കാവുന്ന ഒരു ഫോൺ തന്നെയാണ് കേട്ടോ. പിന്നെ ആക്ച്വലി ഇവരുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ഹൈലൈറ്റ് സെയിൽ എന്ന് പറയുന്നത് നമ്മുടെ S24 Ultra ആണ്. 75,000 രൂപയാണ് നമുക്കിപ്പോൾ സെയിൽ പ്രൈസ് വന്നേക്കുന്നത് കേട്ടോ. ഇത് ആക്ച്വലി വിത്തൗട്ട് കാർഡ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. അതായത് ഫ്ലാറ്റ് 74,999 ആണ് പ്രൈസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാർഡ് ഇപ്പോൾ ആമസോൺ കാർഡൊക്കെ ഉണ്ടെങ്കിൽ 3,500 രൂപ 4,000 രൂപയ്ക്ക് എക്സ്ട്രാ ക്യാഷ് ബാക്ക് കിട്ടും. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു 70,000 രൂപയ്ക്ക് സാധനം കയ്യിൽ കിട്ടും. അപ്പോൾ വൺ ഓഫ് ദ കിഡിലൻ ഡീൽ എന്ന് പറയാം. ഇനി ആരും S23 സീരീസ് ആരും എടുക്കാൻ പോകുന്നില്ല കേട്ടോ. 2025 പകുതിയായി. അപ്പോൾ S23 ഒക്കെ ഓൾറെഡി കുറേ കാലമായിട്ട് മുമ്പേ പ്രൊഡക്ഷനൊക്കെ നിർത്തിയതാണ്. അപ്പോൾ ഞാൻ ആരും S23 പുതിയതായാലും എടുക്കാൻ പോകുന്നുണ്ടെന്ന് പറയുള്ളൂ. ഞാൻ എന്തുകൊണ്ടും S24 എടുക്കായിരിക്കും ഒന്നും ബെറ്റർ കേട്ടോ. പിന്നെ ഒരു സെയിൽസ് വന്നേക്കുന്നത് നമ്മുടെ IQ Neo 10R നിങ്ങളൊരു 30,000 രൂപ അല്ലെങ്കിൽ 25,000 രൂപ റേഞ്ചിൽ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ഫോണാണ്. പിന്നെ OnePlus 13R അതിന് വലിയ പ്രൈസ് ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ 40,000 രൂപ റേഞ്ചിൽ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. നമ്മളിതിൻ്റെ ഓൾറെഡി അൺബോക്സിങ്ങും സംഭവങ്ങളൊക്കെ ഓൾറെഡി വീഡിയോ ഇട്ടേക്കണം, നന്ദി റിവ്യൂവും ഒക്കെ നമ്മൾ ഇട്ടേക്കുന്നതാണ്. പിന്നെ Galaxy 25,000 രൂപയുടെ നിങ്ങൾക്കൊരു സാംസങ് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ A55 നമുക്കിപ്പോൾ ഒരു 25,000 രൂപയ്ക്ക് സെയിൽസിൽ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ നമ്മുടെ 20,000 റേഞ്ചിൽ നിങ്ങളൊരു ഗെയിമിംഗ് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ IQയുടെ Z10 ഫോണും ഇപ്പോൾ അവൈലബിൾ ആണ് 19,999. പിന്നെ നാർസോയുടെ 80 Pro എന്ന് പറഞ്ഞൊരു സാധനം ഒരു 19-18 രൂപയ്ക്ക് നമുക്കും അവൈലബിൾ ആണ്. OnePlus 13 നമുക്കിപ്പോൾ നല്ലോണം പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. എക്സ്ട്രാ ഒരു 5,000 രൂപ കുറഞ്ഞിട്ടുണ്ട്. 59,999, അതായത് 60,000 രൂപയ്ക്ക് നമ്മുടെ Xiaomi 15 ഒക്കെ റേഞ്ചിൽ നമുക്കിപ്പോൾ OnePlus 13 കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷേ നിങ്ങൾ ക്യാമറ പെർഫോമൻസിനാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ 60,000 രൂപയ്ക്ക് Xiaomi 15 എടുത്താൽ മതി. ഇതാണ് മെയിനായിട്ട് ഡീൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ആമസോണിൽ ഫോണുകളുടെ കാര്യത്തിൽ വന്നിരിക്കുന്നത്. പിന്നെ Nord CE5 ലോഞ്ച് ആയിട്ടുണ്ട്. അതും അത്യാവശ്യം നല്ല പവർഫുൾ ഫോൺ തന്നെയാണ്. 25,000 രൂപയ്ക്ക് 25,000 രൂപ താഴെ വരുള്ളൂ വിത്ത് ഓഫർ കിട്ടുക. പിന്നെ അതാ Nord 5ൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. IQ 13 ഒരു പുതിയ കളർ ഇറങ്ങിയിട്ടാണ്, അറിഞ്ഞൊന്നും അറിയില്ല, ഒരു പച്ച കളറ് നല്ല ഭംഗിൻ്റെ കാണാൻ. 52-53 രൂപയ്ക്ക് സാധനം കയ്യിൽ കിട്ടും കേട്ടോ വിത്ത് കാർഡ് ഓഫർ. നല്ല ഫോൺ തന്നെയാണ് IQ 13 കേട്ടോ. 50,000 റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫോൺ തന്നെയാണ് IQ 13. പിന്നെ Reno 14 ഇറങ്ങിയിട്ടുണ്ട്. അത് പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. Oppo Reno 14 Reno സീരീസ് ആദ്യം ഈ Reno സീരീസ് ഇറങ്ങിയ സമയത്ത് അത്യാവശ്യം നല്ല ഫോണായിരുന്നു. പിന്നെ അവർ ഭയങ്കരമായിട്ട് കോസ്റ്റ് കട്ടിങ്ങും ക്വാളിറ്റി കോംപ്രമൈസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് Reno സീരീസിൽ. അപ്പോൾ നല്ല കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ Oppo Reno സീരീസ് ഞാനും യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് 8-9 ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മളതിൻ്റെ പണ്ടത്തെ വീഡിയോസിലൊക്കെ കാണാം നിങ്ങൾക്ക്. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. iPhone 16e ഒരു 40,000 രൂപയ്ക്ക് കിട്ടുന്ന പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ആരും 7,000 ആ സാധനത്തിലേക്കൊന്നും പോരുത് iPhone 16eയിലേക്കൊക്കെ. പിന്നെ ഇപ്പോൾ അത് അത്രയ്ക്കും നിങ്ങൾക്ക് iPhone വേണമെന്നുണ്ടെങ്കിൽ 15 വാങ്ങിക്കാം. 15 അപ്പോൾ അത്യാവശ്യം നല്ല ഓഫർ വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും നോക്കി കഴിഞ്ഞാൽ 15 ഒക്കെ പഴയതായി. 16 നിങ്ങൾ വാങ്ങിക്കേണ്ടത്. എന്നാലും 16 ഒന്നും ഈ പ്രൈസിൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ വേറെ രക്ഷയൊന്നും ഇല്ലെങ്കിൽ 15 എടുക്കുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് റെക്കമെൻഡ് അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ വെച്ചാൽ iPhone ഓൾറെഡി നിങ്ങൾക്ക് അതിരിക്കും. ഇത് വാല്യൂ ഫോർ മണിന്ന സാധനം ടാഗ് അവർക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പറയാൻ പറ്റില്ല അങ്ങനെ. പിന്നെ വിവോയുടെ V50 സീരീസും 35,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പ്രോസസ്സിങ് പെർഫോമൻസ് ഒക്കെ ഒരു ആവറേജ് എന്നേ പറയുള്ളൂ, ബിലോ എന്നേ പറയുള്ളൂ. ക്യാമറ നല്ലതാണ് കേട്ടോ. ക്യാമറ നിങ്ങൾ ആ റേഞ്ചിൽ നോക്കുന്നുണ്ടെങ്കിൽ Vivo V50 നല്ലതാണ് ക്യാമറ. അല്ലാണ്ട് ഓവറോൾ നോക്കി കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല, ഒരു ആവറേജ് തന്നെ പറയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട്. പിന്നെ നമ്മുടെ Realme GT7 Pro ഇല്ലേ, 40,000-40,000 58 ആ റേഞ്ചിലൊക്കെ ലോഞ്ച് ആയ സാധനമാണ്. അതിപ്പോൾ 45,000 രൂപയ്ക്ക് വിത്തൗട്ട് കാർഡ് ഓഫർ കിട്ടുന്നുണ്ട് കേട്ടോ. അതായത് വിത്ത് കാർഡ് ഓഫർ നമുക്ക് ഒരു
42-41 ആ റേഞ്ചിലൊക്കെ നമുക്ക് സാധനം കയ്യിൽ കിട്ടും. അത് നല്ല കിടിലൻ സാധനം തന്നെയാണ്. ആ ഡീലിന് സ്നാപ്ഡ്രാഗൺ 888 പ്രൊസസ്സറൊക്കെ വരുന്നൊരു മോഡലാണ്. അപ്പോൾ 40-45 രൂപയ്ക്ക് നിങ്ങൾക്ക് കിടിലൻ സാധനം വേണമെന്നുണ്ടെങ്കിൽ റിയൽമി GT7 Pro നോക്കാം കേട്ടോ. 12GB 256GB ആണ് നമുക്ക് ആക്ച്വലി ഈ റേഞ്ചിന് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ആമസോണിൻ്റെ ഒരു സംഭവം. ഇനി നമുക്ക് ഫ്ലിപ്കാർട്ടിലേക്ക് പോവാം. ഫ്ലിപ്കാർട്ടിൽ ഫോൺ ഓഫർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മോട്ടോൻ്റെ നമ്മുടെ 60 Pro ഉണ്ടല്ലോ, അത് ആക്ച്വലി ഇപ്പോൾ 27,999 കൊടുക്കുന്നുണ്ട് അവർ. ശരിക്കും അതിൻ്റെ ലോഞ്ചിങ് പ്രൈസും കയറിയിരിക്കില്ല, 29,999 ആണ്. അപ്പോൾ 2000 രൂപ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ വിവോൻ്റെ T4 വലിയ മോശമല്ല. 20,000 റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം T4 കുഴപ്പമില്ലാണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ നത്തിങ്ങിൻ്റെ 30,000 റേഞ്ചിൽ നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോ സീരീസ് നോക്കാം. 3A പ്രോ സീരീസ് നോക്കാം, വലിയ കുഴപ്പമില്ലാത്തതാണ്. പിന്നെ നമുക്ക് S24 FE 35,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. അതും വലിയ സാംസങ് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ, ആ റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ S24 FE കുഴപ്പമില്ലാത്ത നല്ല ഫോണാണ്. പിന്നെ നമുക്ക് ആക്ച്വലി ഫ്ലിപ്കാർട്ടിൽ റെക്കമെൻഡ് ചെയ്യാനുള്ളത് iPhone 16 റെക്കമെൻഡേഷൻ ഒന്നല്ല, ഐഫോൺ തന്നെ വേണമെന്നുള്ളവർക്ക് എടുക്കാമെന്നല്ല മാത്രമേ ഉള്ളൂ. കുറച്ച് പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. അത് 69,000-70,000 രൂപയുണ്ട്. കുറച്ച് വലിയ കാര്യമൊന്നുമില്ല. അത് മാറിങ്ങനെ ആ സാധനം നഷ്ടം തന്നെയാണ്. എന്നാലും ഐഫോൺ തന്നെ വേണമെന്നുള്ളവർക്ക് പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. പിന്നെ അത്രയൊക്കെ തന്നെ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ പറയാനുള്ളൂ. ഫ്ലിപ്കാർട്ട് വേറെ വലിയ ഡീലൊന്നും, വലിയ കാര്യമായിട്ടുള്ള വലിയ സ്പെഷ്യൽ ഡീലിങ്ങുകളൊന്നും വന്നിട്ടില്ല. CMF ഫോൺ 2 A35 അതൊക്കെ എല്ലാത്തിലും ഉള്ളതാണ്. റിയൽമിയുടെ എഡ്ജ് 60 Pro ആണ് മെയിനായിട്ട്. മോട്ടറോളയ്ക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഡീല് വന്നിട്ടുണ്ട്. വേറെ വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. പിക്സലിനുണ്ട്, നമുക്ക് നോക്കി നോക്കാം. പിക്സൽ ആക്ച്വലി ചെറുതായിട്ടൊരു 5,000-6,000 രൂപ കുറഞ്ഞിട്ടുണ്ട്. നോർമലി ഇവരുടെ ബൈയിങ് പ്രൈസ് 74,999 ആണ്. ഇപ്പോൾ അത് ആക്ച്വലി 69,999, അതായത് 70,000 രൂപയുണ്ട്. 5,000 രൂപ കുറഞ്ഞിട്ടുണ്ട്. എന്നാലും സാധനം കുറച്ച് ഓവർ പ്രൈസ്ഡാണ് കേട്ടോ. 10 കാർഡ് ഓഫർ ആകുമ്പോൾ 60,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. 59,000 രൂപയ്ക്ക് കിട്ടും. 59,000 രൂപയ്ക്ക് കിട്ടാം. 60,000 രൂപ അതന്നെ പറഞ്ഞു. എന്തുകൊണ്ടും iPhone 16 വൻ ബെറ്ററാണ്, അത് വേറെ കാര്യം. അപ്പോൾ ആ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഓവർ പ്രൈസ്. ഇതും പക്ഷേ വാല്യൂ ഫോർ മണി ഒന്നും പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ലെന്ന് മാത്രം കേട്ടോ. പിന്നെ പിക്സൽ 9 Pro 81,999 ആയിട്ടുണ്ട്. 89,999 ആണ് അവരുടെ പ്രൈസ്. അത് വിത്ത് കാർഡ് ഓഫർ 80, 82, 83. അത് വലിയ മോശമില്ല എന്ന് പറയാം. എന്നാലും ഭയങ്കര കിടിലണ്ടില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഈ കുറച്ച് പേർക്ക് ഉണ്ടാക്കില്ലോ പിക്സൽ തന്നെ വേണം, ഐഫോൺ തന്നെ വേണം, അങ്ങനത്തെ ആൾക്കാർക്കുള്ള സംഭവമാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. പിന്നെ മെയിനായിട്ട് വലിയ സംഭവങ്ങളൊന്നും എനിക്കതിൽ വലിയ റെക്കമെൻഡേഷൻ പറയാനില്ല. സാംസങ്ങിനായാലും വലിയ ഓഫറൊന്നും ആക്ച്വലി ഇതിൽ വന്നിട്ടില്ല. S24 സീരീസ് നമുക്ക് 46 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. അതും കുഴപ്പമില്ലാത്ത ഡീലാണ്. S23 വാങ്ങിക്കരുതിട്ട് അരിഞ്ഞ്. S20 ഒന്നാമത് അത് പുതിയ സാധനം കിട്ടില്ല, അത് ഓൾറെഡി പ്രൊഡക്ഷൻ നിർത്തിയിട്ടിപ്പോൾ കുറച്ച് മാസങ്ങളായി. S24 കുറേ പേര് പറയും എക്സിനോസ് പൊട്ടയാണ് എന്ന് വെച്ചാൽ. ഇത് സ്നാപ്ഡ്രാഗൺ നമ്മുടെ S23 സീരീസിലത്തെ സ്നാപ്ഡ്രാഗൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് കുറച്ച് എന്താ പറയുക, ഹീറ്റിംഗ് ഇഷ്യൂ, ഭയങ്കര ഹീറ്റിംഗ് ഒന്നും പറയില്ല, അത്യാവശ്യം കുറച്ച് ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ട്. ത്രോട്ട്ലിങ് വരും. പക്ഷേ പണ്ടത്തെ പോലത്തെ എക്സിനോസിൻ്റെ അത്ര ത്രോട്ട്ലിംഗ് ഒന്നുമില്ല. 46 രൂപയ്ക്ക് നമുക്ക് S24 വാങ്ങിക്കാവുന്നേ ഉള്ളൂ. വലിയ മോശമില്ലാത്ത ഡീൽ തന്നെയാണ്, വലിയ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. ഈ കുറേ പേര് എക്സിനോസ് എന്തോ തല്ലിപ്പുളി കൂതറ സാധനം എന്നൊക്കെ പറയില്ല, നമ്മുടെ ടെൻസറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ വരുന്ന എക്സിനോസ് ഒന്നും വലിയ പ്രോബ്ലം ഒന്നുമില്ല. പെർഫോമൻസ് ആയാലും ഇതിനാകെ മെയിൻ പ്രോബ്ലം ഈ ത്രോട്ട്ലിംഗ് ആണ്. എന്തായാലും നിങ്ങൾ നോർമൽ S24 വെച്ചിട്ട് ഗെയിമിങ്ങിനൊന്നും ആരും ഈ ചെറിയ കുട്ടി ഫോണൊന്നും എടുത്ത് പോവില്ല. ബാറ്ററി പെർഫോമൻസ് ഒക്കെ ഒരു ആവറേജ് തന്നെ വരുള്ളൂ. പിന്നെ നമുക്ക് S24 പ്ലസ് കിട്ടും 52-59 രൂപയ്ക്ക്. 59,999 ആണ്. 60,000 രൂപയ്ക്ക് നിങ്ങൾ ഈ സാധനം വാങ്ങിക്കേണ്ട. കാർഡ് ഓഫറൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സാധനം ഒരു എത്ര രൂപയ്ക്കാണ് അവർ കൊടുക്കുന്നത്? ഓഫർ അവിടെ ഓഫറൊന്നും കാണുമല്ലോ. ഫ്ലിപ്കാർട്ട് ആക്സസ് കാർഡിന് ഒരു 30,000 രൂപ. അതിപ്പോൾ വലിയ റെക്കമെൻഡ് അല്ല. 60,000 രൂപയ്ക്ക് സാധനം വലിയ വർത്തമൊന്നുമല്ല. 60,000 രൂപയ്ക്ക് ഞാൻ പ്ലസ് അങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല. ഇതാണ് അവരുടെ ഓഫർ പ്രൈസ് കാണിക്കുന്നത്. എനിക്ക് വലിയ കാര്യമൊന്നുമില്ല. അതിനായിട്ട് ഇപ്പോൾ നിങ്ങൾ നോർമൽ S24 എടുക്കായിരിക്കും. പക്ഷേ ബാറ്ററി പെർഫോമൻസ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്ന് മാത്രം കേട്ടോ. എന്ന് വെച്ചാൽ S24, S23 നിങ്ങൾക്ക് അറിയായിരിക്കും ബാറ്ററിയൊക്കെ ഒരു ആവറേജാണ്. പിന്നെ നമ്മുടെ എക്സിനോസ് ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടിയും ബാറ്ററിയുടെ കൂടുതലാണ്. അപ്പോൾ പക്ഷേ 45,000 രൂപയിൽ നമ്മൾ കണ്ട വിത്തൗട്ട് കാർഡ് ഓഫർ. അപ്പോൾ ഒരു 40,000, 42,000 ഒക്കെ കിട്ടുകയാണെങ്കിൽ S24 എടുക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഈ സെയിൽസിൽ വന്നേക്കണ കുറച്ച് അത്യാവശ്യം നല്ല സ്മാർട്ട് ഫോൺ ഡീല്. മെയിൻ ഹൈലൈറ്റഡ് ഡീൽ എന്ന് പറയുന്നത് നമ്മുടെ OnePlus Nord 5 അതുപോലെ തന്നെ S24 Ultra കേട്ടോ. അപ്പോൾ അത് എന്തായാലും ഞാൻ കൊടുക്കുന്നുണ്ട്. ലിങ്കൊക്കെ ആമസോണിൻ്റെ ലിങ്കൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ ടാഗ് ചെയ്ത് കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിലൊക്കെ ഏതെങ്കിലുമൊക്കെ ഫോൺ ഇൻട്രസ്റ്റ് നോക്കി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വാങ്ങിക്കാം.
അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് കണ്ടു സബ്സ്ക്രൈബ് സപ്പോർട്ട് മനസ്സിലേക്ക് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട, മെസ്സേജ് ചെയ്യാനും മറക്കണ്ട, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ട് മെസ്സേജ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത് വരണം.